ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷമൊക്കെ? സുഖമല്ല നിങ്ങൾക്കൊക്കെ? നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ സുഖമില്ലായും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് 2-3 ദിവസമായി വീഡിയോസ് ഒന്നും വരുന്നില്ലല്ലേ. അപ്പോൾ കഴിയുന്ന പോലെ നമ്മൾ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യേണ്ടി കേട്ടോ. പിന്നെന്താ, ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുതി. ഇന്നത്തെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ മക്കളെ. അന്ന് നമ്മൾ ഗോതമ്പ് വെച്ചില്ലേ, അപ്പം അതിൻ്റെ ഒരു ബാക്കി ഭാഗം ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ലേസം ഞാൻ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞില്ലേ ഫ്രിഡ്ജിക്ക്. ബാക്കി ഞാൻ എന്തെങ്കിലും കുട്ടികൾക്ക് കുലാവി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ടേ പാത്തച്ചതായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോസ് എടുത്തുകാണ്ട് അങ്ങോട്ട് എടുത്ത് വെച്ചു എന്നല്ലാതെ അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുമില്ല, വോയിസ് കൊടുത്തിട്ടുമില്ല, ഒരു ഒഴിവും ഇല്ലായിരുന്നു കേട്ടോ. ആസ്പത്രിക്ക് നടക്കുക തന്നെയായിരുന്നു. പള്ളൻ്റെ ഉള്ളിൽ കൂടെ അന്ന് ഞങ്ങളോട് പറഞ്ഞിനില്ലേ ഭയങ്കര വേദനയാണ് നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എന്ന്. അപ്പം അതിന് ഡോക്ടറെയൊക്കെ കാണിക്കാൻ പോയി. അപ്പം പള്ളൻ്റെ ഉള്ളിലൊക്കെ നീരാണല്ലോ മക്കളെ. അപ്പം അതിൻ്റെ ഡോക്ടറെയൊക്കെ കാണിച്ച് സ്കാനിങ് ഒക്കെ എടുത്ത് അപ്പം ഗുളികയും മരുന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പം 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കിടത്തും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാക്കു തന്നെയായിരുന്നു എല്ലാ പരിപാടികളും, ഋതുവും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോസ് ഋതുവിനെ കൊണ്ട് ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യിച്ചാനാവില്ല, ഓനും തന്നെ ഒഴിവുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് 2 ദിവസം അങ്ങോട്ട് റെസ്റ്റ് എടുത്തത് കേട്ടോ. നമ്മളാരും മറന്നിട്ടില്ലല്ലോ. ഋഷാമൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി, ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് ലൈക്കും ചെയ്യേണ്ടി കേട്ടോ. മാക്സിമം ഷെയറും ചെയ്യേണ്ടി. നിങ്ങളെ സപ്പോർട്ട് ഇല്ലോണ്ട് തന്നെയാണ് നമ്മളങ്ങനെ നിരങ്ങി മൂളി പോണത് കേട്ടോ. അപ്പോൾ 2-4 ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങേറ്. നിങ്ങളൊന്നും കണ്ടിട്ടില്ലേലും നിങ്ങളോട് 2 വർത്താനം പറഞ്ഞിട്ടില്ലേലും അമ്മക്ക് മനസ്സിക്കൊരു പൊറുതിയാടാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ പഴയ വീഡിയോസ് ഞാൻ ഋതുവിനോട് ഞാൻ പറഞ്ഞു, ചെന്നടാ എനിക്ക് കജണ പോലെ ഒന്നാണ് എഡിറ്റ് ചെയ്തോണ്ട് അമ്മ അതിനാണ് വോയിസ് കൊടുത്തോളാറിന്. അപ്പോൾ കിടത്തന്നെയായിരുന്നു 2-3-4 ദിവസം കേട്ടോ. അപ്പോൾ ഗുളിക കുടിച്ചിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ അപ്പം അതിന് തുടക്കമുണ്ടായത് ചോദിച്ചാൽ പള്ളിയൊക്കെ പാടെ വീർക്കുക മക്കളെ. ആകെ ഇങ്ങോട്ട് വീർത്തിട്ട് തടി വെച്ച പോലെ തോന്നുക. എനിക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു കേട്ടോ. പിന്നെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ എരിച്ചിലും പൊരിച്ചിലും നെഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ശ്വാസം കിട്ടായും തൊണ്ടിയിലെന്തോ കുടുങ്ങിയ പോലെ കഴിക്കാണ്ടാണ് ആസ്പത്രിക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ സ്കാനിങ് എടുത്തപ്പോഴാണ് ഈ പള്ളൻ്റെ ഉള്ളിലൊക്കെ പാടെ നീരുണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗുളികയും മരുന്നൊക്കെ എഴുതിയിരിക്കണ്. അതൊക്കെ കുടിച്ച് 2-മത്തെ ദിവസമായപ്പോത്തിന് ആകെ ഇങ്ങോട്ട് മെലിഞ്ഞ പോലെ, പള്ളൻ്റെ ഉള്ളിലത്തെ നീരൊക്കെ പോയിട്ടേക്കും പള്ളിയും തന്നെ ചുരുങ്ങിയ പോലെ കേട്ടോ. വലിയ പേടി ഉണ്ടായിരുന്നു എനിക്ക്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ റബ്ബേ എഴുതിക്കാണ്ട് പേടിച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഒന്നും ഉണ്ടായില്ല. ഇനി ഒന്നും ഇല്ലാക്കാനും വേണ്ടി എല്ലാവരും ഒന്ന് ദുആ ചെയ്യേണ്ടി. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, പാതി ചെല്ലിനോടത്ത് പാതാളം പറഞ്ഞ പോലെ ഇഞ്ചത് ഇങ്ങനെ തന്നെയാണ്, കട്ടപ്പുറത്തെ വണ്ടി പറഞ്ഞ പോലെയാണ്. എന്നാലും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എല്ലോണ്ടാണ് ഇത്രയും ആളുകളെ നോക്കണവും കാര്യങ്ങളൊക്കെ എല്ലോണ്ട് തന്നെയാണ് നമ്മളെ പഠിച്ചവും കൈവിടാതെ നോക്കണം കേട്ടോ. ഇന്ന് ഏതായാലും കുറച്ച് ജീവൻ എനിക്ക് വെച്ചപ്പോൾ ഞാൻ കട്ടിൽ വന്ന് നീച്ചപ്പോൾ വോയിസ് കൊടുക്കുക കേട്ടോ. ഇതും എഡിറ്റ് ചെയ്തെന്നു. നിങ്ങളില്ല 8 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും ഇല്ലാതെ അങ്ങോട്ട് വോയിസ് കൊടുത്തുകൊണ്ടാണ് വിട്ടുകൂടി എന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ അടച്ചു കൂട്ടിക്കാണ്ട് ഇതിനാണ് വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ അതാക്കണ് അന്ന് നമ്മൾ ഗോതമ്പ് ഉണ്ടാക്കി വെച്ചിരുന്നതില്ലേ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. വൈകുന്നേരം ഏതായാലും ഉണ്ടാക്കാൻ കൂടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ പിറ്റേന്നാണ് ഉണ്ടാക്കണം. ഒരു കേടുമില്ല കേട്ടോ, നല്ല ബൗസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലേ. അപ്പോൾ അതിക്ക് ലേസം ചക്കര ഉരുക്കി പറന്നുകാണ്ട് ലേസം തേങ്ങ അങ്ങോട്ട് ഞോണ്ടി പിഞ്ഞിട്ട് 2 ഏലക്കായും അതേപോലെ ലേസം ഇട്ടുകാണ്ട് കുത്തി കലക്കിക്കാണ്ട് കുട്ടിയാക്കാണ് കൊടുത്തു കേട്ടോ. ഒരു തുള്ളി നെയ്ജൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങോട്ട് തൂമിച്ചാൽ മതി കേട്ടോ. കുറച്ച് ചൂടുവെള്ളമോ പച്ചവെള്ളമൊക്കെ പറന്നുകാണ്ട് ഒന്നാണ് ചൂടാക്കി എടുത്തോളി. നമ്മളിവിടെ മലപ്പുറക്കാർ കുലാവി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ചായക്ക് പകരം കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല തീർപ്പതിയാണ്. ചക്കര വെള്ളമൊക്കെ കുത്തി കലക്കി കൊടുത്താൽ സ്കൂൾ ഇട്ടെന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് രസമാണല്ലോ മക്കൾക്ക്. ഇപ്പം നല്ല മഴയാണല്ലോ അല്ലേ. അപ്പോൾ കുലാവിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വരാനായി. അപ്പോഴത്തേനും ഇതൊക്കെ ഇങ്ങോട്ട് കാട്ടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓല് എന്തേലൊക്കെ കുടിച്ചുകാണ്ട് പള്ള നിറച്ചോളും. പിന്നെ അന്തിക്കത്തെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാക്കണ 2 ഏലക്കായൊക്കെ അതിലേക്ക് ഇട്ടിക്കണ് കേട്ടോ. അപ്പോൾ ക്യാമറ ഒക്കെ കഴിയുന്തോറും കാക്കുവോ അല്ലെങ്കിൽ ഋതുവോ അല്ലെങ്കിൽ സ്റ്റിക്കുമ്മലൊക്കെ വെച്ചുകാണ്ടൊക്കെ കാട്ടിക്കൂട്ടില്ല. നമ്മളെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടുക്കൂലേ, അന്ന് ഒരുപാട് പരക്കം പാഞ്ഞിരുന്നു കേട്ടോ. അന്ന് പാഞ്ഞിട്ട് എനിക്ക് കേൾക്കും വൈകുന്നേരം ആയപ്പോഴത്തിന് ഏതായാലും തീരുമാനമായിക്കണം കേട്ടോ. പിന്നെ 2-3 ഡോക്ടർമാരെയൊക്കെ കാണിച്ചു കേട്ടോ. മഞ്ചേരി ഒന്ന് രാജശേഖരൻ ഡോക്ടറെ കാണിച്ചു, സർജനാണ് ജില്ലാ ആസ്പത്രിയിൽ കേട്ടോ. അപ്പോൾ ഡോക്ടർ അതന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തോ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സ്കാനിങ് എടുത്ത് വരും നിങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഏട്ടത്തി വിളിച്ചു കണ്ടു പറഞ്ഞു മഞ്ചേരി ഷാജി തോമസ് ഡോക്ടർ ഉണ്ട്, അപ്പോൾ അവരെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ പിന്നെ സ്കാനിങ് എടുത്ത് കാണി ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടോ. ഡോക്ടറാണ് പറഞ്ഞത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഗുളിക കുടിച്ച് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു വണ്ണം വക്കലൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീരാണല്ലോ മക്കളെ. അന്ന് ഡോക്ടറെ കാട്ടിനിൻ്റെ മുന്നിലെ വീഡിയോ തന്നെയാണ് കേട്ടോ. എൻ്റെ കണ്ണുമോറൊക്കെ നോക്കിയാൽ കണ്ണിൻ്റെ അവിടെയൊക്കെ നിറച്ച് നീര് വന്ന പോലെ എനിക്ക് തന്നെ തോന്നിയിരുന്നു കേട്ടോ. അതേപോലെ കജിൻ്റെ വണ്ണമൊക്കെ നോക്കിയാളെ തടിയൊന്നും അല്ലല്ലോ, അത് നീരാണല്ലോ. പള്ളി അങ്ങനെ തന്നെ ഇനി കേട്ടോ.
ഒരു ഉറക്കത്തു നിന്ന് നീച്ച പോലെ കണ്ണൊക്കെ ഇങ്ങോട്ട് പൊള്ളച്ച പോലെ ഇങ്ങോട്ട് ആയിരുന്നു കേട്ടോ. എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട്. മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ലോണം മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെലി പറഞ്ഞാൽ കണ്ണും മോറൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വാർന്നിട്ടുണ്ട്. കയ്യും അതേപോലെ വയറൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേടി തന്നെ കേൾക്കുമ്പോൾ അല്ലേ, എന്തേലൊക്കെ കേൾക്കുമ്പോൾ ഒന്നുമില്ലാക്കാനും വേണ്ടി ദുആ ചെയ്യോണ്ടിട്ടോ. എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോട്ടെ അല്ലേ, കുട്ടികളെ മക്കളൊക്കെ വലിയതാണ്ടേ. അപ്പം അതാക്കണ് ഞാൻ വല്ലുള്ളിയിലാണ് തൂമിച്ചിക്കണ് കേട്ടോ. ഒത്തിരി ഓയിലൊഴിച്ചു ഞാൻ. എന്നിട്ട് അതിക്ക് വല്ലുള്ളി ഇട്ടുകാണ്ട് ഒന്നങ്ങോട്ട് തൂമിച്ചെടുത്തിക്കുകയാണ് കേട്ടോ. ഇനി അത് വെള്ളം പോലെ ആകുമ്പോഴേ നല്ല ചൂടാറ്റി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര തീർപ്പതിയാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇവിടെ മലപ്പുറത്തൊക്കെ പൊതുവേ എല്ലാവരും ഉണ്ടാക്കണതാണ് കുലാവി കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ മക്കളെ. ബാഡ് കമൻറ്റ് ഇടരുത്, തളർത്തരുത്. എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ, കാലം കഴിഞ്ഞു പോണ്ടേ. മക്കളൊക്കെ വലുതാവട്ടെ, ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. മക്കളൊക്കെ കുഞ്ഞു കുഞ്ഞു മക്കളല്ലേ, ഓലൊക്കെ ഒന്നങ്ങോട്ട് ജീവൻ വെച്ച് നീളം വെച്ച് വരുമ്പോഴത്തേനും ഒക്കെ റെഡിയാവും. നിങ്ങൾ കാണും വീഡിയോസിൽ നമ്മൾ ഉഷാറായി നിൽക്കണം കേട്ടോ. അപ്പം അതിനും വേണ്ടിക്കാണ്ട് ക്ഷമയോടെ കാത്തിരിക്കാല്ലേ. പെട്ടെന്ന് ഇപ്പം നമുക്ക് ഉയരങ്ങളിൽ എത്താറുണ്ട്, അതൊന്നും ഇപ്പം നടക്കണ കാര്യമല്ലല്ലോ, ഒക്കെ ശരിയാവും. പിന്നെ ഇപ്പം വെറുതെ കുത്തർക്കൊന്നല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണില്ലേ. അപ്പം ഇൻഷാ അല്ലാഹ് ഒരു പ്രൊഡക്റ്റും കൂടി ഇറക്കണുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വേണം. മാക്സിമം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യോണ്ടി വിജയിക്കാനും വേണ്ടിയിട്ട് തന്നെയല്ലേ നമ്മൾ നെട്ടോട്ട് ഓടണില്ലേ. അപ്പം എന്താ ഇന്നത്തെ പരിപാടി എന്നായിരിക്കൂലേ. രാത്രി കാക്കൂന് ലേസേ 50 ഉറുപ്പ്യക്ക് ഒരു കീസും മാങ്ങ ഉണ്ട് പറഞ്ഞുകാണ്ട് കൊടുന്നാട്ടോ. ആദ്യം ഞാൻ കുറേ ചീത്ത പറഞ്ഞു കാക്കൂനെ, കുട്ടികൾക്ക് പള്ളി വേദനിച്ചും പറഞ്ഞുകാണ്ട്. എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ച് പൊപ്പ് ഏറിയ പോലെ 50 ഉറുപ്പ്യക്ക് ഒരു കീസ് നിറച്ചും കൊടുത്താണ്. അപ്പം മാങ്ങക്കാലാവുമ്പോൾ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ മഴക്കാലം അല്ലേ, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതികാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു. മിന്നുമ്മയൊക്കെ തിന്നുകാണ്ട് പള്ളയൊക്കെ നിറഞ്ഞ് പൊന്തിക്കണം. ഇനിയിപ്പോൾ ചോറൊന്നും വേണ്ടി വരില്ല. പിന്നെ നമ്മളെ എണ്ണ ബൺസ് ഇതൊക്കെ ഇച്ചിരി നേരം വെക്കണുണ്ടല്ലേ, ഒന്ന് ക്ഷമിക്കോണ്ടി. നാളെയും മറ്റന്നാളേക്ക് ആയിട്ട് നിങ്ങളെ കൈജൽ കിട്ടും കേട്ടോ. പിന്നെ ആഗസ്റ്റ് 15-ൻ്റെ ബണ്ണ് നാളെ രാവിലെ എത്തും. മാക്സിമം നേരത്തെ ഞാൻ ഷോർട്ട് ഇടാൻ നോക്കും. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോണ്ടി കേട്ടോ. ആദ്യമേ ഞാൻ പറയലുണ്ട്, ആദ്യം ബുക്ക് ചെയ്തവർക്കൊക്കെ ആയിരിക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുക. അത് ആഗസ്റ്റ് 15 കിട്ടിയിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൈജ് കിട്ടിയിട്ട്. അപ്പം അതിൻ്റെ മുന്നേ നിങ്ങളെ കൈജിൽ എത്തിച്ചണം എന്നുണ്ട് ആവശ്യക്കാർക്ക് കേട്ടോ. ഒന്നെങ്കിൽ സ്പീഡ് ബോക്സ് കൂടെ ആയിരിക്കും വിടുക നമ്മൾ കേട്ടോ. അപ്പം അതാക്കണം. നല്ല മാങ്ങൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചുകാണ്ട് ആക്കി വെച്ചേക്കണം. അത് ഉമ്മമാക്ക് കൊടുക്കാതിരിക്കാണ്ട്. മറ്റേ തോല് പൊളിച്ചുകാണ്ട് കാക്കും അങ്ങനെ കൊടുത്തുക. എന്നാൽ അങ്ങനെ ഈമ്പി തിന്നോളൂന്ന് കരുതിക്കാണ്ട്. അപ്പം കുഞ്ഞുമക്കളൊക്കെ ഇതാക്കണം തിന്നുന്നുണ്ട്. അപ്പം നമ്മളെ എണ്ണ ആവശ്യമുള്ളവരൊക്കെ മൈഗ്രീൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരന് ഇതിനൊക്കെ എല്ലാം എണ്ണയാണ് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. മാക്സിമം വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കോണ്ടി കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.